ലോകത്തിലെ ഏറ്റവും നീളമേറിയ മതിലാണ് ചൈനയിലെ വൻമതിൽ. വിദേശത്തു നിന്നുള്ള കടന്നുകയറ്റങ്ങളെ തടയാൻ ക്രിസ്തുവിന് മുൻപ് 7-ാം നൂറ്റാണ്ടിൽ പണി തുടങ്ങിയ ഈ മതിൽ നൂറ്റാണ്ടുകളെടുത്താണ് പണി പൂർത്തിയാക്കിയത്. 1987 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച വൻമതിൽ BC 220-നും AD 1600-കളിലെ മിങ് രാജവംശകാലത്തും ഇടയിലാണ് നിർമ്മിച്ചത്. 220-206 BC-യിൽ ആദ്യ ചൈനീസ് ചക്രവർത്തി എന്നറിയപ്പെട്ടിരുന്ന ക്വിൻ ഷി ഹുവാങ് ആണ് BC 220-ന് ഈ മതിലിന് പണി ആരംഭിച്ചത്. പിന്നീട് വന്ന വിവിധ രാജവംശങ്ങളാണ് ഇതിന് പണി പൂർത്തിയാക്കിയത്. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വസ്തുവാണ് ചൈനയിലെ വൻമതിൽ. എന്നാൽ ഇതേ രൂപത്തിലുള്ള ഒരു വൻമതിൽ ഇന്ത്യയിലുമുണ്ട്. നിങ്ങൾക്കറിയാമോ? യുനെസ്കോയുടെ പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിലുള്ള ഈ വൻമതിൽ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാനിലെ ഉദയപൂരിൽ നിന്ന് 80 കിലോമീറ്റർ വടക്കായി മേവാറിലെ അരവല്ലി മലനിരകളുടെ പച്ചപ്പിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന കുംഭൽഗഡ് കോട്ടയാണ് ഈ മതിൽ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 3600 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മതിലിന് 36 കിലോമീറ്റർ നീളവും 15 മീറ്റർ വീതിയുമുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ മൗര്യ വംശത്തിൽപ്പെട്ട സംപ്രതി മഹാരാജാവാണ് ഈ കോട്ട നിർമ്മിച്ചത്. എന്നാൽ കാലങ്ങൾക്ക് ശേഷം 15-ാം നൂറ്റാണ്ടിൽ മേവാറിലെ റാണ കുംഭ രാജാവ് ഇത് പുതുക്കി പണിയുകയുണ്ടായി. ഏകദേശം 15 വർഷം എടുത്താണ് ഇതിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ ചുറ്റുമതിലിനകത്ത് വിവിധ മതവിഭാഗങ്ങളുടെ 360 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ചൈനീസ് വൻമതിൽ കഴിഞ്ഞാൽ നീളത്തിൽ ലോകത്തിലെ 2-ാം സ്ഥാനത്തുള്ള വൻമതിലാണിത്. ഇക്കാര്യം രാജ്യത്തെ പലർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. കുംഭൽഗഡ് മതിലിന്റെ ഘടനയും രൂപകൽപ്പനയും ചൈനീസ് വൻമതിലിനോട് ഒരു പരിധിവരെ സാമ്യമുള്ളതാണ്. അതിനാലാണ് ഇതിനെ ഇന്ത്യയിലെ വൻമതിൽ എന്ന് വിളിക്കുന്നത്. ഈ കോട്ടയാണ് മഹാറാണ പ്രതാപിന്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ രാജസ്ഥാൻ സർക്കാരിന്റെ സംരക്ഷണത്തിലാണ് കുംഭൽഗഡ് കോട്ട. ഇന്ത്യയുടെ വൻമതിൽ എന്നും ഈ കോട്ട അറിയപ്പെടുന്നു. കുംഭൽഗഡ് എന്ന വാക്ക് കുംഭം എന്നതിൽ നിന്നാണ്. ഇത് നിർമ്മിച്ച ഭരണാധികാരി റാണ കുംഭനെ സൂചിപ്പിക്കുന്നു. ഗട്ട് കോട്ട എന്നാണ് അർത്ഥമാക്കുന്നത്. കലയിലും വാസ്തുവിദ്യയിലും മഹാറാണ കുംഭയുടെ അഭിനിവേശത്തിന്റെ സ്മരണയ്ക്കായി രാജസ്ഥാൻ ടൂറിസം വകുപ്പ് 3 ദിവസത്തെ വാർഷിക ഉത്സവം കോട്ടയിൽ സംഘടിപ്പിക്കുന്നു. കോട്ട പശ്ചാത്തലമാക്കിയാണ് സൗണ്ട് ലൈറ്റ് ഷോകൾ സംഘടിപ്പിക്കുന്നത്. ചടങ്ങിന്റെ സ്മരണയ്ക്കായി വിവിധ കച്ചേരികളും നൃത്ത പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഹെറിറ്റേജ് ഫോർട്ട് വാക്ക്, തലപ്പാവ് കെട്ടൽ, വടംവലി, മെഹന്തി മന്ദന എന്നിവയാണ് ഉത്സവകാലത്തെ മറ്റു പ്രധാന പരിപാടികൾ. കോട്ട സമുച്ചയത്തിൽ 360 ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ചിലത് മാത്രമേ പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. പലതും തകർന്ന നിലയിലാണ്. കോട്ടയുടെ ആക്സസ് ചെയ്യാവുന്ന ഭാഗങ്ങൾ ചുറ്റിക്കറങ്ങാൻ നിങ്ങൾ 3-4 മണിക്കൂർ മാറ്റിവെക്കണം. ഈ കോട്ടയുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒരു ഗൈഡ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അല്ലെങ്കിൽ ചരിത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ വലുപ്പത്തിനനുസരിച്ച് ഏകദേശം 300 മുതൽ 400 രൂപ വരെ ഈടാക്കുന്ന ഗൈഡുകൾ കോട്ടയുടെ പ്രവേശന കവാടത്തിൽ ലഭ്യമാണ്. കോട്ടയുടെ മുകളിലേക്കുള്ള നടത്തം കുത്തനെയുള്ളതാണ്. അതിനാൽ വളരെ ആയാസകരമായതിനാൽ നിങ്ങൾക്ക് ഊർജം പകരാൻ ചെറിയ ഇടവേളകൾ ആവശ്യമാണ്.